നമസ്കാരം. എമ്പുരാൻ ടീം സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അത് BJP-ക്കാരും സംഘപരിവാരും ബഹളം വയ്ക്കുന്നത് കൊണ്ട് മാത്രമല്ല, അതവർക്ക് നഷ്ടമില്ല, ലാഭം തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് BJP-ക്കും സംഘപരിവാറിനുമല്ല, മറുഭാഗത്തിനാണ്. CPM-ഉം കോൺഗ്രസും ഇസ്ലാമിക് ഇടങ്ങളുമൊക്കെ ചേരുന്നതാണ് വലിയ ക്യാൻവാസ്. ഏതാണ്ട് 80% വരുന്നത് അവരാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ എത്ര ബഹളം വെച്ചാലും അതിൻ്റെ ഗുണമുണ്ടാവുന്നത് മറുഭാഗത്ത് നിൽക്കുന്നവർക്കാണ്. അതുകൊണ്ട് അതൊരു ഗൗരവമേറിയ വിഷയമല്ല. പക്ഷെ ആരൊക്കെ ബഹളം വെച്ചാലും ആരൊക്കെ പിന്തുണച്ചാലും മലയാളത്തിലൊരു സിനിമയ്ക്ക് 50-60 കോടിക്കപ്പുറത്തേക്ക് പണം ഉണ്ടാക്കാൻ സാധ്യമല്ല. മഞ്ഞുമേൽ ബോയ്സ് പോലെയുള്ള അത്യപൂർവം സിനിമകൾക്ക് മാത്രം സംഭവിക്കുന്ന ഭാഗ്യമാണത്. അല്ലാതെ എത്ര കാശ് മുടക്കി ഇറക്കിയാലും മലയാളത്തിൻ്റെ ക്യാൻവാസ് അത്രയും ചെറുതാണ്. ഈ ചെറിയ ക്യാൻവാസിനുള്ളിൽ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ ചെലവ് അങ്ങനെ തന്നെ നിയന്ത്രിക്കണം. ഏറിയാൽ 80 കോടി, അങ്ങേയറ്റം പോയാൽ 100 കോടി. ഈ 100 കോടി പിരിഞ്ഞു കിട്ടിയാൽ അതിന് ടാക്സ് അടയ്ക്കണം, തിയേറ്റർ ഉടമകൾക്ക് 40% കൊടുക്കണം, GST നിർമ്മാണ ചെലവിലെ എല്ലാ സാധനങ്ങൾക്കും GST അടയ്ക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് 100 കോടി മുടക്കിയാൽ കുറഞ്ഞത് 150 കോടി ഉണ്ടെങ്കിലേ വരുമാനമാകും. മലയാള സിനിമയ്ക്ക് 100 കോടി താങ്ങാനുള്ള ശേഷിയില്ല എന്നതാണ് വാസ്തവം. അവിടെയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വലിയ പ്രതിസന്ധിയെ നേരിടുന്നത്. GST അടക്കം ഇതുവരെ 228 കോടി രൂപ ഈ സിനിമയ്ക്ക് ചെലവായി. അത് ചെലവായ GST ആണ്. ഇനി കിട്ടാൻ പോകുന്നതിൻ്റെ ടാക്സും തിയേറ്റർ വിഹിതം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ മുതലാകണമെങ്കിൽ കുറഞ്ഞത് 350 മുതൽ 400 കോടി രൂപ വരെ കിട്ടണം. അത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നോ ലോകമെമ്പാടുമുള്ള മലയാളി മാർക്കറ്റിൽ നിന്നോ കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഇതിൽ പാൻ ഇന്ത്യ സിനിമ എന്ന തരത്തിൽ തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഹിന്ദിയിലും ശ്രദ്ധ നേടുന്ന തരത്തിൽ നിർമ്മിക്കാൻ പദ്ധതിയിട്ടത്. പക്ഷെ അവിടെ പാളിച്ച പറ്റിയിരിക്കുന്നു. അതേക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും വന്നു കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ഒരു സിനിമ ഇറങ്ങിയാൽ സ്വാഭാവികമായും കിട്ടുന്ന വരുമാനം പോലും ലഭിക്കാത്ത സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അത് സിനിമയുടെ രാഷ്ട്രീയം തന്നെയാണ്. അപ്രതീക്ഷിതമായി സിനിമയിൽ കടുത്ത മോദി വിരുദ്ധ സംഘവിരുദ്ധ ആശയമായി മാറി. ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ മൂവിയാണ്. ആ പൊളിറ്റിക്കൽ മൂവിയുടെ ലക്ഷ്യം കൃത്യമായ പ്രൊപ്പഗണ്ടയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ പുറത്തു വരുന്നു. ആരെങ്കിലും കാണുന്നോ ഇല്ലയോ എന്നതല്ല, ആ സിനിമയുടെ രാഷ്ട്രീയം ആ സിനിമയ്ക്കുണ്ടാകുന്ന അസൗകര്യങ്ങളാണ്. അതിൻ്റെ ആദ്യത്തെ അസൗകര്യം പുറത്തു വന്നു കഴിഞ്ഞു. സിനിമ തിയേറ്ററിൽ ഇറങ്ങി 3-ാം ദിവസമായപ്പോഴേക്കും അത് വീണ്ടും സെൻസറിന് വിളിച്ചിരിക്കുന്നു. ആ സിനിമ വീണ്ടും സെൻസർ ചെയ്യുന്നു. 4-ാം ദിവസം മുതൽ ആ സിനിമ ആളുകൾ കാണാൻ പോകുന്നത് സെൻസർ ചെയ്ത രൂപമാവും. ഈ സിനിമയിലെ ആദ്യ പല ഭാഗങ്ങളും ഗർഭിണിയെ റേപ്പ് ചെയ്യുന്നത് അടക്കമുള്ള ഭാഗങ്ങൾ വെട്ടിക്കളയും. അങ്ങനെ ആദ്യത്തെ തിരിച്ചടി കിട്ടിയിരിക്കുന്നു. എന്നാൽ അവിടെ നിൽക്കില്ല ഈ സിനിമയ്ക്കുണ്ടാവുന്ന തിരിച്ചടി. ഒരു സിനിമയുടെ ആകെ വരുമാനത്തിന് പകുതി മാത്രമാണ് തിയേറ്റർ വരുമാനം. കേരളത്തിൽ ഉണ്ടാവുന്ന മൊത്തം വരുമാനം എത്രയോ അതിൻ്റെ പകുതി മാത്രമേ ഓവർസീസിന് കിട്ടിക്കൂ. ഇതൊക്കെയാണ് സാധാരണ സിനിമയുടെ രീതി. ഇവിടെ ഒരു പരമാവധി 50 കോടി രൂപ ഉണ്ടാക്കാം, പുറത്തേക്ക് ഒരു 25 കോടി ഉണ്ടാക്കാം. ഇത്രയുമാണ് എത്ര വലിയ സിനിമയാണെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇത് നിർമ്മാതാക്കളുമായി സംസാരിച്ച് തിയേറ്റർ ഉടമകളുമായി സംസാരിച്ച് പറയുന്നതാണ്. അതായത് 75 കോടി മാത്രമേ തിയേറ്ററിൽ നിന്നും ഏത് വലിയ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ കഴിയൂ. കൂടാതെയുള്ള സിനിമയുടെ വരുമാനം, അതായത് കേരളത്തിലെ തിയേറ്റർ റിലീസ്, ഓവർസീസ് റിലീസ്, പിന്നെയുള്ളത് അത് OTT റൈറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ റൈറ്റ്, പിന്നെ സാറ്റലൈറ്റ് റൈറ്റ്, റീമേക്കിംഗ് റൈറ്റ്. റീമേക്കിങ്ങിനെ ചിന്തിക്കേണ്ട, അതിപ്പം റീമേക്കിങ്ങിന് സാധ്യതയുമില്ല, നമുക്കറിയാം. പിന്നെ കിട്ടുന്നത് ഇതൊക്കെയാണ്. തിയേറ്റർ റൈറ്റും ഓവർസീസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പരമാവധി 75-80 കോടി രൂപ മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ. പിന്നെ സാധ്യതകൾ OTTയും സാറ്റലൈറ്റുമാണ്. ഇതുവരെ വിറ്റിട്ടില്ല. എന്നാൽ ഏഷ്യാനെറ്റുമായി ഇവർ ധാരണയിലെത്തിയിരുന്നു. വലിയ തുകയ്ക്ക് ഏഷ്യാനെറ്റുമായി ധാരണയിലെത്തി. അതിൻ്റെ പ്രധാന കാരണം മോഹൻലാൽ ആയിരുന്നു ബിഗ് ബോസിൻ്റെ അവതാരകൻ. വലിയ തുക കൊടുത്താണ് മോഹൻലാലിനെ ബിഗ് ബോസിൽ കൊണ്ടുവന്നത്. പക്ഷെ മോഹൻലാൽ ഇനി ബിഗ് ബോസിൽ ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ തവണയോടെ മോഹൻലാൽ അവസാനിപ്പിച്ചിരിക്കുന്നു, ബിഗ് ബോസിൽ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് ബിഗ് ബോസിൻ്റെ മാർക്കറ്റിനെ ബാധിക്കുമെന്നതുകൊണ്ട് മോഹൻലാലിനെ എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കൊണ്ടുവരാനുള്ള അതിശക്തമായ നീക്കങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ സിനിമ വന്നപ്പോൾ, ഈ സിനിമയ്ക്ക് ഇവർ ഉദ്ദേശിച്ച റേറ്റ് കിട്ടാതെ വന്നപ്പോൾ മോഹൻലാൽ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു കരാറോടുകൂടി ഏഷ്യാനെറ്റിനും ഹോട്ട്സ്റ്റാറിനുമായി ഈ സിനിമയുടെ റൈറ്റ് കൊടുക്കുക. അതായത് OTT റൈറ്റ് ഹോട്ട്സ്റ്റാറിന് കൊടുക്കുക, രണ്ടാമത്തേത് സാറ്റലൈറ്റ് ഏഷ്യാനെറ്റിന് കൊടുക്കുക. ഏഷ്യാനെറ്റ് ഇപ്പം വലിയ സിനിമയൊന്നും വാങ്ങുന്നില്ല, ഏഷ്യാനെറ്റിന് കൊടുക്കുക. 35 കോടി രൂപയിൽ ഏകദേശം ധാരണയിലെത്തി. അപ്പോൾ വലിയ തുകയാണ്. 35 കോടി എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന വലിയ തുകയാണ്. ഈ 35 കോടി കൊടുക്കുമ്പോൾ അതിന് രണ്ടാണ്. ഒന്ന് അവർ OTT കൊടുക്കണം, 2 സാറ്റലൈറ്റ് കൊടുക്കണം, പ്ലസ് മോഹൻലാൽ ബിഗ് ബോസിൽ പങ്കെടുക്കണം. അത് വേറെ പ്രതിഫലമുണ്ട്, പക്ഷെ ബിഗ് ബോസിൽ പങ്കെടുക്കണം. ബിഗ് ബോസിൽ പങ്കെടുക്കില്ല എന്ന് മോഹൻലാലിന്റെ തീരുമാനം മാറ്റും. ഇങ്ങനെ ഒരു ധാരണ ഏകദേശം ഉണ്ടാക്കിയിരുന്നു. അതായിരുന്നു സിനിമയുടെ നഷ്ടം നികത്താനുള്ള ഏറ്റവും എളുപ്പ വഴി. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അതിനും തടസ്സമാകും. 2 ഗുരുതരമായ പ്രതിസന്ധികൾ രൂപപ്പെട്ടു. ഒന്നാമത്തേത് കേന്ദ്ര സർക്കാരിൻ്റെ എതിർപ്പ്, ആ സംഘപരിവാർ വിരുദ്ധം എന്ന തരത്തിലുള്ള പ്രചരണം, സെൻസർ ബോർഡിൻ്റെ ഇടപെടൽ. ഇതോടുകൂടി
ഈ സിനിമയുടെ സാറ്റലൈറ്റ് പ്രക്ഷേപണം അനിശ്ചിതത്വത്തിലായി. സെൻസർ ബോർഡ് ചെയ്ത് പുറത്തിറക്കിയ തിയേറ്റർ ഇറക്കിയ സിനിമ അതേപടി സാറ്റലൈറ്റ് റൈറ്റ് കൊടുക്കില്ല, അത് വീണ്ടും പരിശോധിക്കണം. ആ സിനിമ കുഴപ്പമുണ്ടായാൽ, പരാതി ഉണ്ടായാൽ, ശക്തമായ പ്രതിഷേധമുണ്ടായാൽ സാറ്റലൈറ്റ് റൈറ്റ് നിഷേധിക്കാം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മാർക്കോ. മാർക്കോയ്ക്ക് സാറ്റലൈറ്റ് റൈറ്റ് കൊടുത്തില്ല, കേന്ദ്ര അനുമതി കൊടുത്തില്ല. കോടിക്കണക്കിന് രൂപ സാറ്റലൈറ്റ് റൈറ്റ് കിട്ടേണ്ട സിനിമയാണ് മാർക്കോ. മാർക്കോയ്ക്ക് സാറ്റലൈറ്റ് റൈറ്റ് നിഷേധിച്ചു. ഒരു 10-15 കോടിയെങ്കിലും സാറ്റലൈറ്റ് റൈറ്റ് കിട്ടേണ്ട, അതിനെടുക്കാൻ ആളുണ്ടായിരുന്ന മാർക്കോയ്ക്ക് അത് നിഷേധിച്ചു. ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ അടക്കമുണ്ടാകുമ്പോൾ, വയലൻസിന്റെ കാര്യമുണ്ടാകുമ്പോൾ, മോദി സർക്കാരിനെതിരെ കള്ളക്കഥയുണ്ടാക്കിയത് പ്രചരണം ഉണ്ടാകുമ്പോൾ സെൻസർ ബോർഡ് സാറ്റലൈറ്റ് റൈറ്റ് നിഷേധിക്കാം. ഇത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. സിനിമ പിടിച്ചു നിൽക്കാൻ അവർ കണ്ടെത്തിയ വഴിയായിരുന്നു 35 കോടി രൂപ. സാറ്റലൈറ്റ് റൈറ്റ് നിഷേധിച്ചാൽ എന്ത് ചെയ്യും? ഒന്നാമത്തെ വിഷയം. അതേസമയം OTTക്ക് അത്തരം നിബന്ധനകളൊന്നുമില്ല. OTTക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. സാധാരണഗതിക്ക് അൺകട്ട് വേർഷൻ കൊടുക്കും. സിനിമയുടെ സെൻസർ ചെയ്യാത്ത ഭാഗം പോലും OTTയിൽ ഉൾപ്പെടുത്താം. എന്നാൽ പോലും വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം ഇടപെട്ടാൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയെന്ന് വരാം. ഉദാഹരണത്തിന് മാർക്കോ അൺകട്ട് വേർഷൻ ഇറക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പരാതികൾ കിട്ടി, മന്ത്രാലയം ഇടപെട്ടു, അൺകട്ട് വേർഷൻ ഇറക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ തിയേറ്റർ പ്രിന്റ് അങ്ങനെ തന്നെ ഇറക്കാൻ കഴിഞ്ഞു. തിയേറ്ററിൽ കണ്ടതെന്തോ അങ്ങനെ ഇറക്കാൻ കഴിഞ്ഞു OTTയിൽ. അതുകൊണ്ട് OTTയിൽ ഈ സിനിമ ഇറക്കാൻ നിയമ തടസ്സമൊന്നുമില്ല. പക്ഷെ മറ്റൊരു പ്രതിസന്ധി അപ്രതീക്ഷിതമായി രൂപപ്പെട്ടു. ഈ സിനിമയുടെ ഒറിജിനൽ പ്രിന്റ് ലീക്കായി. ഒറിജിനൽ പ്രിന്റ് സാധാരണഗതിക്ക് ലീക്ക് ആവുന്നത് തിയേറ്റർ പ്രിന്റാണ്. അത് തിയേറ്ററിലേക്ക് ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ രഹസ്യമായി തിയേറ്റർ ഉടമകളുടെ സഹായത്തോടെ അല്ലാതെയോ രഹസ്യമായി ചോർത്തുന്നതാണ്. എന്നാൽ ഇക്കുറി ചോർത്തിയിരിക്കുന്നത് തിയേറ്ററിൽ നിന്നല്ല, ആരും റെക്കോർഡ് ചെയ്തതല്ല. ഇത് ഒറിജിനൽ പ്രിന്റ് ലീക്കായിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഒറിജിനൽ പ്രിന്റ് കൈകാര്യം ചെയ്തിരുന്ന, ഈ സിനിമ അണിയറയിൽപ്പെട്ട ആരോ, സിനിമയുമായി ഉയർന്ന ബന്ധമുള്ള ആരോ, അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്യാൻ കൊടുത്ത ആരോ ഈ സിനിമ ലീക്ക് ചെയ്തിരിക്കുന്നു. ഇത് വലിയ ഗുരുതരമായ വിഷയമാണ്. അന്നും ഈ സിനിമയുടെ ഒറിജിനൽ പ്രിന്റ് വന്നു എന്ന് പറയാൻ കാരണം, സിനിമ റിലീസ് ചെയ്ത് 10 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും സാധാരണഗതിക്ക് ഇന്ത്യൻ സിനിമകളൊക്കെ ഇങ്ങനെ കള്ളത്തരത്തിൽ റിലീസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ, ഡാർക്ക് വെബ്സൈറ്റുകളിൽ സിനിമ പ്രത്യക്ഷപ്പെട്ടു. HD ക്വാളിറ്റിയിലാണ്. HD ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ OTTയിൽ കാണുന്ന അതേ ക്വാളിറ്റിയിലാണ് ഈ സിനിമ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ OTTയും പ്രതിസന്ധിയിലായി. കാരണം സൗജന്യമായി ഡാർക്ക് വെബ്സൈറ്റുകൾ ഇത് കാണാമെങ്കിൽ എല്ലാവരും, അന്ന് 10 മണിക്കൂർ മുമ്പ് റിലീസായത് 3 ദിവസമായിട്ട് ഈ സിനിമ പ്രധാനപ്പെട്ട 3-4 വെബ്സൈറ്റുകളിലുണ്ട്. ആളുകൾ ഇത് കാണാൻ തുടങ്ങി, ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയാണ്. പിന്നെ എന്തിനാണ് അവർ OTTയിൽ പോയി ഇത് കാണുന്നത്? OTT എടുക്കുന്ന ഹോട്ട്സ്റ്റാറിന് എന്ത് ഗുണമാണുള്ളത്? ആളുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമ എടുക്കേണ്ട കാര്യമുണ്ട്. മാത്രമല്ല ഹോട്ട്സ്റ്റാർ ജിയോയുടെ ഉടമസ്ഥാവകാശത്തിൽ. ഇപ്പോൾ ജിയോ എന്ന് പറഞ്ഞാൽ അംബാനി എന്ന് പറഞ്ഞാൽ മോദി. ഈ സർക്കാരിന് എതിർപ്പുണ്ടെങ്കിൽ, കേന്ദ്ര സർക്കാരിന് എതിർപ്പുണ്ടെങ്കിൽ അവരും കൈയൊഴിഞ്ഞെന്ന് വരാം. എന്ന് വെച്ചാൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് വാസ്തവത്തിൽ ഈ സിനിമ പോകുന്നത്. 35 കോടി രൂപയുടെ ഒരു ബിസിനസ് പോലും ഇതൊരു ഉറപ്പിച്ചിട്ടില്ല. മോഹൻലാൽ ബിഗ് ബോസിൽ പങ്കെടുക്കുമെന്ന കാരണത്താൽ ഏതാണ്ട് ഉറച്ച ആ ബിസിനസ് അതുപോലും നടക്കുമെന്ന് ഉറപ്പില്ലാത്ത സാഹചര്യം. ഈ പ്രതിസന്ധിയൊക്കെ മാറിയെന്ന് വരാം. കാരണം എല്ലാത്തിനും വഴങ്ങിക്കൊണ്ടാണ് പൃഥ്വിരാജ് ഇപ്പോൾ നിൽക്കുന്നത്. സെൻസറിന് വഴങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ഒത്തുതീർപ്പുണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ പ്രതിസന്ധി വലിയ തോതിൽ ഈ സിനിമയെ ബാധിക്കും എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്.